ഹലോ, ഉറങ്ങിയില്ലേ? ആ, എന്താ ഉറങ്ങാഞ്ഞേ? ആ, ഞാൻ വന്നോണ്ടിരിക്കണ കേട്ടാ. പാപ്പച്ചി മിഠായൊക്കെ മേടിച്ചിട്ടുണ്ട്. പഠിച്ചെൻ്റെ കുട്ടി. ആ, ഉമ്മച്ചിൻ്റെ ഫോൺ എടുത്തേ. ഹലോ, ആ, ഞാൻ വന്നോണ്ടിരിക്കണം. ആ, കുഴപ്പമില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് എത്തും ട്ടാ. നീ ഇവിടെ ഓർമ്മണ്ടോ നിനക്കെന്നെ? എന്താടോ അങ്ങനൊക്കെ? സുഖല്ലേടാ? എവിടെയാടോ? എത്ര നാളായി കണ്ടിട്ട്. ഇവിടൊക്കെ ഉണ്ടേ, മോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടേ. അതുകൊണ്ട് കട നേരത്തെ അടച്ച്. ആണോ? എന്താടാ ഹൈദര, പ്രായമൊക്കെ ആയില്ലേ? ആ കേസൊക്കെ ഒഴിവായിക്കൂടെ? ആ കേസൊന്നും അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലടാ. കുറെ കൊല്ലായി അതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. നിനക്കിപ്പോ പേരക്കുട്ടികളായി, വയസ്സായി. ഇനി എന്നാ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയ നല്ലതല്ലേ? ഇല്ലടാ, ഞാൻ ആ കേസിൽ നിന്ന് പിന്നോട്ടില്ല. ഓക്കെ, എന്തായാലും നീ സൂക്ഷിക്ക്. ശരിയാടാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ? ദേവിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത പിന്നെ ഉമ്മ മക്കളുടെ നായ. ഞാൻ കള്ളും വെക്കും, കഞ്ചാവും വെക്കും. വേണ്ടി വന്ന നിന്റെ വീട്ടിലെ പെണ്ണിനെ വെക്കും. ഹലോ ഹലോ ഹലോ, എത്താറായോ? ഞാൻ ഇവിടെ ഉണ്ട്. ആ, അവൻ വല്ലതും പറഞ്ഞാടാ? ഇല്ല. അപ്പൊ അന്നിക്ക് ഒടുക്കത്തെ തൊലിക്കട്ടിയ. അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. എണീക്കട നായ, എവിടെ വേഗം? എനിക്കറിയില്ല. I'm some coward.
സാർ, 2 ആഴ്ച മുന്നേ നടന്ന ഗ്യാരേജ് അറ്റാക്കിൽ കൊല്ലപ്പെട്ട 4 ആളും ഡേവി ഗ്യാങ്ങിൽപ്പെട്ടവരാണ്. മോട്ടീവ്? 1 മാസം മുന്നേ ഈ ഹൈദർ എന്ന ആളുടെ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഡേവി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ഹൈദറിന് കുറേ വാണിംഗ് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഹൈദർ അതിൻ്റെ പേരിലും ഇവിടുത്തെ SIക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ, ഈ ഹൈദർ 2 ആഴ്ചയായിട്ട് മിസ്സിംഗ് ആണ് സാർ. ഈ ഹൈദറെ പറ്റി ഒന്ന് അന്വേഷിച്ചു സാർ. 10 വർഷമായിട്ടുള്ളൂ അയാളോട് വന്നിട്ട്. അതിനു മുന്നേ എവിടെയായിരുന്നു എന്നോ ഒന്നും ആർക്കും അറിയില്ല. എല്ലാവർക്കും നല്ലത് മാത്രമേ അയാളെ പറ്റി പറയാനുള്ളൂ. പക്ഷേ സാർ, ഹൈദറുടെ മിസ്സിംഗ് അന്വേഷിക്കുന്നതിനിടയ്ക്ക് സലാർപേട്ട സ്റ്റേഷനിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടി. അതിന്റെ ക്ലാരിറ്റി ഉൾപ്പെടുത്താൻ അവിടുത്തെ SIയുമായി കോൺടാക്ട് ചെയ്തു. സാർ, ദാറ്റ് വാസ് ഷോക്കിംഗ്. ഹൈദർ അലി. വാട്ട്സ് യുവർ പോയിന്റ്? സർ, ഡേവി അറസ്റ്റ് ചെയ്യിപ്പിച്ച ഹൈദറെ ഡേവി ഗെയിം സ്കെച്ച് ചെയ്യുന്നു. പക്ഷെ അവരറിഞ്ഞിരുന്നില്ല സാർ. അവർ ഗുണ്ടകളായിരുന്നെങ്കിൽ അവർ സ്കെച്ച് ചെയ്തത് ഒരു പക്ക ക്രിമിനലാണ്. എന്ത് തെളിച്ചു പറയടാ, എന്താടാ ചിരിക്കണം? നീയൊക്കെ നെർമിലോടോടിയപ്പോ വരമ്പിലോടി വരണം. ഞാൻ പോലെയാടി മക്കളെ. സലാർപേട്ട കൺട്രോൾ ചെയ്തിരുന്ന കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു സാർ ഹൈദർ. ഡ്രഗ്സ്, മണി ലോണ്ടറിങ്, മർഡർ. ഹി ഈസ് എ ഡെവിൽ സാർ. അപ്പൊ പല്ലുകൊഴിഞ്ഞ സിംഹമല്ല ഹൈദർ അലി. 10 വർഷം അയാൾ തന്റെ പല്ലിന് മുറിച്ചുവിട്ടായിരുന്നു. ബട്ട് 4 പേരെ തീർക്കാൻ വേണ്ടി മാത്രം, അതും ഒരു ലോക്കൽ ഗാങ്ങിലെ 4 പേർ 10 വർഷം കാത്തിരിക്കുമോ? നോ 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 നോ, സംതിങ് മിസ്സിംഗ്. അപ്പോ സിനിമയിലൊക്കെ പറയണ പോലെ ദ ലയൺ ഈസ് ബാക്ക്. ഹൈദർ അലി. സാർ, ഹൈദർ അലി ഒരാളല്ല, ദേ ആർ 2, ഹൈദർ ആൻഡ് അലി. വാട്ട്? വൗ വൗ, ഇൻട്രസ്റ്റിംഗ്. അലി. ഹൈദർ ഒരു മരമാണെങ്കിൽ അലി അതിൻ്റെ പേരാണ് സാർ. വാട്ട് അബൌട്ട് ഡേവി? ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങി.
വേട്ടമൃഗങ്ങൾ വേട്ടയാരംഭിച്ച സ്ഥിതിക്ക് വേട്ടക്കാരന് കളത്തിലിറങ്ങാൻ സമയമായി അല്ലേടോ? Praise them. The hunt begins now.